ഹായ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി എഗ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം തന്നെ ബിരിയാണി ദം ചെയ്യാനായിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 സബോളയാണ്. ആ സബോള ഒത്തിരി ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുരിയണ്ട, നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് വഴലുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ കാശ്മീർ ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴലുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇവിടെ 6 സബോളയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിലേക്ക് 3 തക്കാളിയും കൂടി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 3-5 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് മല്ലിയും പുതിനയും കൂടി അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട അത് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് ഒന്ന് കുക്ക് ചെയ്യാം, ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദമ്മിടാനായിട്ടുള്ള ഗ്രേവി റെഡിയായി. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലോങ് റൈസാണ് 3 കപ്പ്. അപ്പോൾ കൈമ റൈസ് എടുക്കായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു മണം ഒക്കെ കിട്ടാനായിട്ട് ജീരകശാലി അരിയാണ് കൂടുതൽ നല്ലത്. ഞാനിവിടെ ലോങ് റൈസാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് ലോങ് റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന് നമുക്ക് വെക്കാം. പിന്നെ ആവശ്യത്തിന് നെയ്യൊഴിച്ച് കുറച്ച് ഒരു 3-4 ടീസ്പൂൺ നെയ്യൊഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സ്, അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് സാധാരണ വറുത്തെടുക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രൈ നട്ട്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം കൂടി എടുത്തിട്ടാണ് അത് വറുത്തെടുത്തത്. പിന്നെ ഒരു 2 സബോളയും കൂടി വറുത്തെടുത്തിട്ടുണ്ട് അവസാനം അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു നെയ്യിലേക്ക് തന്നെ നമ്മുടെ വാർത്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് 2 മിനിറ്റ് നേരം ഇതുപോലെ കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഞാൻ ആദ്യം തന്നെ ഇതിൽ പട്ടയും ഏലക്കായും ഒന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ഇടാണ് ചെയ്തത്. തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/2 മുറി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം വെള്ളം വറ്റുന്നതോടുകൂടി ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരു 3/4 വേവ് അരി ആവാൻ പാടുള്ളൂ. അതിന് ശേഷം നമുക്ക് ദമ്മിടാനായിട്ട് വെക്കാം. ആദ്യം കുറച്ച് റൈസ് ഇടുക, അതിന് ശേഷം ഈ ഗ്രേവി ഇട്ടതിന് ശേഷം പിന്നെ റൈസ് ഇട്ട് പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യണ വിധത്തിൽ മല്ലിയില, പുതിന, ഡ്രൈ നട്ട്സും പിന്നെ സബോളയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സിൽവർ ഫോയിൽ വെച്ച് അടച്ച് ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ കുക്ക് ചെയ്യാനായിട്ട് നല്ല ഒരു ഇരുമ്പ് ചട്ടിയുണ്ട് കട്ടിയുള്ളത്. ആ ഇരുമ്പ് ചട്ടിയുടെ മുകളിൽ ഈ ഒരു ബിരിയാണിയുടെ പാത്രം കയറ്റി വയ്ക്കുകയാണ് ഞാൻ ചെയ്യാറ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് കുക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.